എന്നോടുള്ള നിൻ സർവ്വനന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപര ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപര നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നന്ദി സന്നാ
യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവനോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും ഇത്, എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യും. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളാമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം ബഹളം നിറച്ചു. ഇനി പകർന്ന് കലർക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുമെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലർക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും ലേഖനം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലേഖനം പിടിച്ചു കഴിയുമ്പോൾ താഴെ തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ്. ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. നമ്മുടെ യേശു മിശിഹായ്ക്ക് സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. തന്റെ മഹത്വമുള്ള ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ പരിശുദ്ധ
ഇവരുടെ യാത്രയിൽ കൂടെ വിവാഹത്തിന്
വിവാഹനിശ്ചയത്തിന് വേണ്ടി ഇപ്പോൾ യാത്രയിലായിരിക്കുന്ന വരനെയും കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും നീ സംരക്ഷിക്കണമേ. കാനായിലെ കല്യാണ സന്നിഹിതനായ കർത്താവേ, ഇവരുടെ വിവാഹനിശ്ചയത്തിനും ഇവരുടെ വിവാഹാശീർവാദത്തിനും ആഘോഷങ്ങളിലും നീ കൂടെ ആയിരിക്കണമേ. എല്ലാവരുമായ ആവശ്യങ്ങൾ നീ മുൻകൂട്ടിക്കൊണ്ട് കുറവുകൾ പരിഹരിക്കണമേ. ആയത് കാനായിലെ കല്യാണ സന്നിഹിതനായതുകൊണ്ട് ആ ഭവനത്തിന്റെ ആവശ്യം കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയാമിന്റെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാശ്ലീഹായുടെയും സകല വിശുദ്ധന്മാരെയും പ്രാർത്ഥനകളാൽ തന്നെ പിതാവാദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും നാം എല്ലാവരോടുകൂടിയും പ്രത്യേകിച്ച് വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ പ്രിയപ്പെട്ട നമ്മളോടും കുടുംബാംഗങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആശംസകളും പ്രാർത്ഥനയുമാണ്. ഈ പ്രിയപ്പെട്ട മകളുടെ ബന്ധുവിൻ്റെ ജീവിതം കുടുംബജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ, അനുഗ്രഹീതമായി തൻ്റെ ജീവിതത്തിൽ എപ്പോഴും ആയിരിക്കുവാൻ നമുക്കെല്ലാവർക്കും പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അതുപോലെ ആനന്ദദായകമായ കുടുംബജീവിതത്തിലൂടെ ക്രിസ്തീയ മൂല്യങ്ങളുടെ അധിഷ്ഠിതമായിട്ടുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുവാനും നിത്യജീവനിലേക്ക് നടന്നെടുക്കുവാനും പരസ്പരം സഹായിച്ചുകൊണ്ട് ബിന്ദുവും അതുപോലെ ബിന്ദുവിന് വേണ്ടി ദൈവം കരുതിയിരിക്കുന്ന വരനെയും പ്രത്യേകമായി നമുക്ക് സമർപ്പിച്ച് ഈ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. മധുരം വെക്കട്ടെ, മധുരം വെക്കട്ടെ. മുർധനം മാത്രം മുർധനം മാത്രം വിടർന്നൊരു ചുവരി മുഖമായി മുർധനം മാത്രം വിടർന്നൊരു
വിരലിന്റെ തുമ്പിൽ കുഴിച്ചു നിന്നു പറയാൻ കൊത്തിൽ ഒതുക്കിയതെല്ലാം വിരലിന്റെ തുമ്പിൽ കുഴിച്ചു പിന്നാലെ കാണും